ഡ്രൈവർക്ക് കിട്ടുന്ന ഒരു സ്നേഹ സമ്മാനം. അത് വളരെ ആകസ്മികമായി സംഭവിക്കുന്നതാണ്. ഒരു യാത്ര പോകുന്നു, ആ യാത്രയിൽ ഡ്രൈവർക്ക് ഫോൺ വരുന്നു. അപ്പോൾ അദ്ദേഹം ഫോൺ എടുക്കാതെ വരുമ്പോൾ യാത്രക്കാരൻ പറയുന്നത് ഫോൺ എടുത്തോളൂ നോക്കാമെന്ന്. പക്ഷേ കിരൺ വർമ്മ എന്ന യാത്രക്കാരൻ ആ ഡ്രൈവർക്ക് സമ്മാനിച്ചു വളരെ വലിയൊരു സന്തോഷമാണ്. അതിൻ്റെ അദ്ദേഹം പങ്കുവെച്ച ഫേസ്ബുക്കിലെ 2 സ്റ്റീൽസാണ് ഈ കാണുന്നത്. ഒപ്പം ഇത് ഞങ്ങളുടെ ഗ്രാഫിക് ഡിസൈനർ സിയാസ് വരച്ച ഒരു ചിത്രം കൂടിയാണ്. ആ കഥയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം കൂടി വരച്ചതാണ് പ്രേക്ഷകർ കാണുന്ന ഈ കാരിക്കേച്ചർ. ശരി, ലാൽകൃഷ്ണൻ അതിനെക്കുറിച്ച് നമ്മളോട് പറയും. ലാൽ, വളരെ മനോഹരമായ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ കഥയാണ് അല്ലേ? പെട്ടെന്ന് ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് മിനിറ്റുകൾ കൊണ്ട് ഒരു കുടുംബത്തിന് സന്തോഷം പകരാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് എങ്ങനെയായിരുന്നു ആ യാത്രയുടെ തുടക്കം? എങ്ങനെയാണ് ഒരു വലിയ സന്തോഷ ചിരിയിൽ ആ യാത്ര അവസാനിക്കുന്നത്? കിരൺ വർമ്മയാണ് ആ പോസ്റ്റ് ഇടുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ടാണ് അത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മളൊരു ഊബറിൻ്റെ കഥ പറഞ്ഞിരുന്നു. ഇതും ഒരു ഊബറിൻ്റെ കഥയാണ്. ഊബർ അദ്ദേഹം ബുക്ക് ചെയ്ത് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ വണ്ടി ഓടിക്കുന്ന ആൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നതിനിടയിലായതുകൊണ്ട് അദ്ദേഹം ആ ഫോൺ എടുക്കാൻ തയ്യാറാവുന്നില്ല. 2-3 വട്ടമായിട്ടും ഫോൺ എടുക്കാതെ അയക്കുന്നപ്പോഴത്തേക്കും കിരൺ തന്നെ പറഞ്ഞു, ആ ഫോൺ എടുക്ക്, കുറേ നേരം ആയില്ലേ എന്ന് പറയുന്നു. അപ്പോൾ ആ ഫോൺ എടുക്കുമ്പം ആ ഫോണിൻ്റെ മറുപുറത്തുനിന്നുള്ള ശബ്ദം കിരണിന് ചെറുതായിട്ട് കേൾക്കാം. അതൊരു കുട്ടിയാണ്, ഒരു പെൺകുട്ടി. അവൾ പറയുന്നത്, അച്ഛാ എനിക്ക് സ്കൂൾ ബാഗ് വാങ്ങിച്ച് തരില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സ്കൂൾ ബാഗൊക്കെ ഇപ്പോൾ വാങ്ങിക്കാനൊന്നും പറ്റില്ല, സ്കൂൾ ബാഗ് വാങ്ങിക്കണേ നമുക്കത് ശരിയാക്കാം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്താൽ കൊച്ചു സമ്മതിക്കുന്നില്ല, എനിക്ക് ബാഗ് വേണം എന്നുള്ളൊരു വാശി തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം മകളെ സമാധാനിപ്പിച്ച ശേഷം ഡ്രൈവറെ പറയുന്നു, അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ പറയുന്നുണ്ട്. ആ സമയത്താണ് പറയുന്നത്, ഇപ്പോൾ സ്കൂളിൻ്റെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു, ഇനി ഒരുപാട് ബില്ലുകൾ നമ്മൾ കൊടുക്കാനുണ്ട്, ഈ മാസത്തെ കറണ്ട് ചാർജ് കാര്യങ്ങളൊക്കെ ചെയ്യാനല്ലേ പൈസ തികയില്ല, 2-3 ദിവസം അത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് മാനേജ് ചെയ്യണം, അവളൊന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് പറയുന്നത്. ഈ സംഭാഷണങ്ങളെല്ലാം കിരൺ കേൾക്കുന്നതാണ്. കേട്ടത് ശരിയാണോ എന്നുള്ള ചോദ്യം അത് വിട്ടുകളാണ്. നമുക്ക് കഥ മൊത്തം കേട്ട് കഴിയുമ്പം ചിലപ്പോൾ അത് കേട്ടത് നന്നായി എന്ന് നമുക്ക് തോന്നും. അപ്പോൾ കിരൺ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് ആ ഫോൺ കോളിനിടയിൽ കിരണിൻ്റെ ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റി വേറെ സ്പോട്ടിലേക്ക് വെച്ചു. ആ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഡ്രൈവറോടും ഒന്ന് കൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്തിനാ വരണേ, ഒന്ന് വാടൂ എന്ന് പറഞ്ഞ് കൂടെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. കടയ്ക്കകത്ത് എന്ന സമയത്ത് ഒരു കുഞ്ഞു സ്കൂൾ കുട്ടിക്ക് പറ്റിയ ഒരു സ്കൂൾ ബാഗ് അത് കിരൺ വാങ്ങി. അത് ആ ഡ്രൈവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ മകൾക്ക് സമ്മാനമായിട്ട് കൊടുക്കണം, ഞാൻ തന്നാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷവും സങ്കടമോ എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. എന്തായാലും ആ ഡ്രൈവർ അത് എടുത്തുകൊണ്ട് പോയി ആ കുഞ്ഞിന് കൊടുക്കുകയും അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കിരണിന് തിരിച്ചയച്ചു കൊടുക്കുകയും ചെയ്തു. ആ ഫോട്ടോ അയച്ചതിൻ്റെ കൂട്ടത്തിൽ ആ ഡ്രൈവർ അദ്ദേഹത്തോട് പറഞ്ഞത്, പണത്തിന് ഒരിക്കലും സന്തോഷത്തെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് ഞാൻ കിട്ടുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ പണം ഇന്ന് എൻ്റെ മകൾക്കൊരു പുഞ്ചി സമ്മാനിച്ചു, അതിലൊരുപാട് നന്ദിയുണ്ട് സാർ എന്നുള്ളതാണ് പറയുന്നത്. കിരൺ പറയുന്ന പോസ്റ്റും അതുപോലെ തന്നെയാണ്. ഞാൻ ഒരാളുടെ പുഞ്ചിരിയുടെ ഭാഗമായി എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായത് അതിനേക്കാൾ വലിയ സന്തോഷമാണ്. മണി കാൺ ബൈ ഹാപ്പിനെസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു സന്തോഷത്തിന് അതിനേക്കാൾ വലിയ സന്തോഷം സമ്മാനിക്കാൻ കഴിയും എന്നതിൽ എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യം ഉണ്ടെന്നാണ്. മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് പറയേണ്ടത്, നമ്മൾ ഈ ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയരുത് എന്നൊക്കെ പറയും. പക്ഷേ അത് വളരെ അക്ഷാർത്ഥത്തിൽ പലരും ചെയ്യാറില്ല. നമ്മൾ ചെയ്യുന്ന സാമൂഹിക നന്മ 10 പേർ അറിയട്ടെ എന്നുള്ള രീതിയിലാണ് പലരും കാണിക്കാറുള്ളത്. ഞാൻ അവർക്ക് സഹായം ചെയ്തു, അവർ അത് സ്വീകരിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ്. പക്ഷേ കിരൺ ഇതിൻ്റെ ചെയ്ത ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ആർക്കാണോ ആ സമ്മാനം നൽകിയത് അവരുടെ മുഖം പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ്. അവരെ കൃത്യമായി മാസ്ക് ചെയ്തുകൊണ്ടാണ് ആ പുറം ലോകത്തേക്ക് അദ്ദേഹം അവരുടെ സന്തോഷത്തിന്റെ ഒരു ചിത്രം കൂടി പങ്കുവച്ചത്. അത് ഒരുപാട് വൈറലായ ചിത്രം. ലാൽ, ഒരുപാട് ഇപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊക്കെ അല്ലെ, അച്ഛന്മാർക്കും മക്കൾക്കൊക്കെ ഓർമ്മകൾ ഉണ്ടാവും. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലേക്കുള്ള ഒരു സാധനങ്ങൾ വാങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ, ഒരു ടൂറ് പോകാൻ അല്ലേ 100 രൂപയോ 150 രൂപയോ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ളവരാകാം ഇപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകരുമൊക്കെ. അപ്പോൾ അവർക്കും ഓർമ്മ വരും. എന്തായാലും ഒരു വലിയ ചിരി, ആ കുഞ്ഞിൻ്റെ ചിരി തന്നെയാണ്, അത് നമ്മൾ ആ കാരിക്കേച്ചറിൽ സിയാസം മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ചിരി തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനം ആ കിരൺ എന്ന അദ്ദേഹത്തിനും കിട്ടുന്നത്. ആ കുടുംബത്തിനാകെ ആ സന്തോഷം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ആളുകൾക്കല്ലേ പ്രചോദനമാകട്ടെ. ശരി ലാലെ.